പലപ്പോഴും ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ലഹരി ഉപയോഗിച്ചാൽ, കള്ളുപയോഗിച്ചാൽ കരൾ കരിഞ്ഞു പോകും. അതുപോലെ തന്നെ അവിടെ ഇന്ന പ്രശ്നം ഉണ്ടാകും, ശരീരത്തിൽ ഇന്ന വിഷയം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വലിയ പ്രസംഗം നടത്തും. ഇത് ആരോടാ പറയുന്നത്? നമ്മുടെ മുമ്പിലിരിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് ദേഷ്യ പോലും ഇല്ല, അവന്റെ രോമത്തിൽ പോലും അത് തട്ടില്ല. കാരണം എന്താ? അവൻ ചിന്തിക്കുന്നത് ഈ ലോകം എന്ന് പറയുന്നത്, ഈ ജീവിതം എന്ന് പറയുന്നത് പരമാവധി ആസ്വദിക്കാനുള്ളതാണ്, എക്സ്പ്ലോർ ചെയ്യാനുള്ളതാണ് എന്ന ചിന്തയോടുകൂടി നമ്മുടെ മുമ്പിലിരിക്കുന്ന കുട്ടി ചിന്തിക്കുന്നത് കുറച്ചു കാലം എന്തായാലും ജീവിക്കുള്ളൂ. ആ ജീവിക്കുന്ന സമയത്ത് പരമാവധി എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് എല്ലാറ്റിൻ്റെയും ടേസ്റ്റ് അറിയണം, എല്ലാം നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. അവിടെ എന്തായാലും മരിക്കും, അത് കരൾ പോയിട്ട് മരിച്ചോട്ടെ, പ്രശ്നമില്ല, പക്ഷെ നമ്മൾ ആസ്വാദനം ഇല്ലാതാക്കരുത് എന്ന് ചിന്തിക്കുന്നവരോടാണ് നമ്മൾ ഈ കരളിന്റെ പ്രശ്നം പറയുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിന്റെ ഹൃദയം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം, ഇതെവിടെയാണ് കിടക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ കരളിനെ കുറിച്ച് മാത്രം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണെല്ലാം, അവൻ ഇഷ്ടമുള്ളത് അവൻ ചെയ്യട്ടെ എന്ന് വന്നാൽ കഞ്ചാവ് പോലും തെറ്റാണെന്ന് പറയാൻ സാധിക്കില്ല. ഇതും ഞാൻ ആരോപിക്കുന്നതല്ല, അവർ തന്നെ അത് വിശദീകരിക്കുന്നത് കേട്ടോളൂ. ഇൻഡിവിജ്വൽ ലെവലിലേക്ക് ഇത് അപ്ലൈ ചെയ്താൽ അമ്പേ പരാജയമാവും. കാരണം എന്താണെന്ന് വെച്ചാൽ അതാണ് ഞാൻ പറഞ്ഞത്, ഏതൊരു കാര്യത്തെ പറ്റിയും അത് തെറ്റാണെന്ന് പറയാൻ. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ചോദിച്ചു നോക്കാം, അപ്പോൾ കഞ്ചാവ് അടിക്കുന്നത് തെറ്റായിരിക്കോ? അല്ല. യാതൊരു സംശയത്തിനും ഇടയില്ലാത്ത രൂപത്തിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, കഞ്ചാവ് വലിക്കുന്നത് അത് പ്രശ്നമാണോ? പ്രശ്നമല്ല. തെറ്റാണോ? തെറ്റല്ല എന്ന്. എന്തേ കാരണം? ഇവരുടെ ആശയാണ്. കാരണം എന്താ? ഒരു വ്യക്തി അവന്റെ സ്വാതന്ത്ര്യമാണല്ല, അതിലേക്ക് ആരും ഇടപെടാൻ പാടില്ല. ഇത് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇത് പറയുന്നത് ഏതെങ്കിലും കവലയിലിരിക്കുന്ന, ഏതെങ്കിലും ചായപ്പീടികയിൽ ഇരിക്കുന്ന ആരെങ്കിലും അല്ല, മറിച്ച് ഇത്തരം ലിബറൽ ആശയങ്ങൾ സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കുവാൻ വേണ്ടി കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ആളുകളാണ് ഇവർ. ഏറ്റവും കൂടുതൽ പലപ്പോഴും നമ്മുടെ വിദ്യാർത്ഥികളോട് ചോദിച്ചറിയാൻ പറ്റും. നമ്മൾ പല ആളുകൾക്കും ഇത്തരം ആളുകളെ പരിചയമില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾ പല ആളുകളും ഇവരുടെ ഫാൻസാണ്. സോഷ്യൽ മീഡിയയിൽ അത്രമേൽ വലിയ വ്യൂസ് ആണ് ഇവരുടെ ഇന്റർവ്യൂകൾക്ക്. അപ്പോൾ വളരെ കൃത്യമായി കൊണ്ട് എന്താണ് നമ്മുടെ കുട്ടികളിലേക്ക് ഇഞ്ചക്ട് ചെയ്യപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം.